വിശദമായ വാർത്തകളിലേക്ക്. കിഫ്ബിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. ചട്ടം പാലിച്ചാണ് കിഫ്ബി പ്രവർത്തിക്കുന്നതെന്നും ലോകത്തെ നമ്പർ 1 കമ്പനികളിൽ ഒന്നിനെയാണ് ചുമതലപ്പെടുത്തിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവാദങ്ങൾ ഉണ്ടാക്കി വികസനം തടസ്സപ്പെടുത്താൻ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. കിഫ്ബിയുടെ ഫണ്ട് വാങ്ങുന്നതിനും ചെലവിടുന്നതിനും കർശനമായ ധനമാനദണ്ഡങ്ങൾ പാലിച്ചു പോവുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ഫണ്ട് ലഭ്യമാക്കാനുള്ള വിവിധ പരിപാടികളുണ്ട്. അതിലൊന്നാണ് മസാല ബോണ്ട്. ആ ഫണ്ട് ലഭ്യമാക്കുന്നത് കിഫ്ബി നേരിട്ട് ഏതെങ്കിലും ധനകാര്യ സ്ഥാപനവുമായി വിലപേശിയിട്ടല്ല. അപ്പോൾ കിഫ്ബി ഏത് രീതിയിൽ ഫണ്ട് സ്വീകരിക്കും, എത്ര ഫണ്ട് വേണം, എന്താണ് അതിന് കിഫ്ബി നൽകുന്ന പലിശ, ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയാണ് അറിയിക്കുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലോകത്തിലെ ഏറ്റവും മികവുറ്റ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കനേഡിയൻ പെൻഷൻ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന കമ്പനി. ആ കമ്പനി ഒരു അല്ലറ ചില്ലറ കമ്പനിയല്ല, ലോകത്തിലെ ഇത്തരം ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും സമ്പന്നതയുള്ളൊരു കമ്പനിയാണ്. പ്രളയത്തിന്റെ പേരിൽ വിവാദമുണ്ടാക്കാനാണ് ചിലരുടെ ശ്രമമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യധാരാ മാധ്യമങ്ങളും ഇതിന് കൂട്ടുനിൽക്കുന്നു. വികസനം തടയുക എന്നതാണ് ഇത്തരക്കാരുടെ പ്രധാന ലക്ഷ്യം. വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് പ്രത്യേക മാനസികാവസ്ഥയുടെ ഭാഗമാണെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. നമ്മുടെ രാജ്യവും ലോകവും നാം കാണിച്ച ഒരുമയെ വലിയ തോതിൽ പ്രശംസിച്ചു. വലിയ പ്രശംസ. ആ പ്രശംസ വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ ചില പ്രത്യേക മാനസികാവസ്ഥക്കാരുണ്ടല്ലോ, അവർക്കത് അത്ര രുചിച്ചില്ല. അങ്ങനെ പ്രശംസ നമുക്ക് വരാൻ പാടുണ്ടോ? ഇതെങ്ങനെയെങ്കിലും മാറ്റണ്ടേ? ഇതായി ചിന്ത. ഇതാണ് നമ്മുടെ മലയാള മനോരമ പത്രം ഇതേ വാചകം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു വാചകമാണ്. ഇന്ന് പറഞ്ഞത് മാനസിക രോഗികൾ അതിന് നിർത്തുന്നതാണ്. ഞാൻ മാനസിക രോഗികളെന്ന് ഇവരെ വിളിച്ചു വന്നു. ഞാൻ പറഞ്ഞത് ഇതേ വാചകമാണ്. ഒരു മാനസിക രോഗത്തിൻ്റെ ലക്ഷണം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഞാൻ മാനസിക രോഗം എന്ന വാക്കേ പറയാൻ പോയില്ല. മലയാള മനോരമക്ക് എവിടെ നിന്ന് കിട്ടിയത്? എല്ലാ മണ്ഡലങ്ങളിലും 5% VVPAT രസീതുകൾ എണ്ണണമെന്ന് സുപ്രീം കോടതി. 21 പ്രതിപക്ഷ പാർട്ടികൾ നേതാക്കൾ നൽകിയ ഹർജി പരിഗണിച്ചാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഏറ്റവും പുതിയ വിവരങ്ങളുമായി സന്തോഷ് സെർലിംഗ് ചേരുന്നു. പ്രതിപക്ഷ പാർട്ടികൾ 50% VVPAT രസീതുകൾ എണ്ണണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ 5% രസീതുകൾ എണ്ണണമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഉത്തരവ്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ സന്തോഷ്? നൃപൻ, വിശദമായ വാദം കേട്ടതിന് ശേഷമാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് VVPAT മെഷീനുകൾ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ എണ്ണണം എന്ന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിൽ ഒരു മണ്ഡലത്തിൽ, ലോക്സഭാ മണ്ഡലമോ നിയമസഭാ മണ്ഡലമോ ആകട്ടെ, ഒരു മണ്ഡലത്തിലെ ഒരു VVPAT മെഷീനിലെ വോട്ടുകളാണ് എണ്ണുന്നത്. അത് മൊത്തം ആകെ വോട്ടിന്റെ 0.44% വരികയുള്ളൂ. അത് മാറ്റി ഒരു മണ്ഡലത്തിലെ 5 VVPAT മെഷീനുകളിലെ വോട്ടുകൾ എണ്ണാനാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 5% വരും. ഏകദേശം 60,000 മുകളിൽ വോട്ടുകൾ, 20,000 മുകളിൽ വോട്ടുകൾ ഇതുവഴി എണ്ണാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഭൂരിപക്ഷമൊക്കെ സാധാരണഗതിയിൽ ശരാശരി 20-നകത്താണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യത വർദ്ധിപ്പിക്കാൻ ഇത് ഇടയാക്കും എന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഏതെങ്കിലും തരത്തിൽ EVM മെഷീനുകളുള്ള സംശയമല്ല, ഈ VVPATകൾ എണ്ണുന്നതിലൂടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിനോടുണ്ടാകുന്ന തൃപ്തി വർദ്ധിപ്പിക്കും എന്നാണ് വിധിന്യായത്തിൽ സുപ്രീം കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒരു മണ്ഡലത്തിലെ 5 EVM മെഷീനുകൾ എണ്ണാം. ഈ EVM മെഷീനുകൾ ഏതൊക്കെയാണ് എണ്ണേണ്ടത് എന്ന് എങ്ങനെ തിരഞ്ഞെടുക്കും എന്നെ സംബന്ധിച്ചുള്ള വാദവും സുപ്രീം കോടതിയിൽ നടന്നു. ഒരു സ്ഥാനാർത്ഥി ചൂണ്ടിക്കാണിക്കുന്ന EVM മെഷീനുകളിൽ വോട്ടുകൾ എണ്ണണം എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. പക്ഷേ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞത് 20 സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ 20 പേരും 20 VVPAT മെഷീനുകൾ ചൂണ്ടിക്കാണിച്ചാൽ എന്താകും എന്നതാണ്. അങ്ങനെയെങ്കിൽ അത്തരം ഒരു ആശയക്കുഴപ്പം ഒഴിവാക്കാൻ
നറുക്കെടുപ്പിലൂടെ EVM-ഉം VVPAT മെഷീനുകളും കണ്ടെത്തി ആ VVPAT മെഷീനുകളിലെ വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്താം എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. സന്തോഷ്, ഒന്നുകൂടെയുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇത് പ്രാവർത്തികമാക്കണമെന്ന നിർദ്ദേശവും സുപ്രീം കോടതി ഉത്തരവിൽ പറയുന്നുണ്ടോ? തീർച്ചയായും അത് ഏറ്റവും നിർണായകമായ ഒരു കാര്യം അതാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന രാജ്യത്തിന് മുമ്പിൽ വന്ന ഈ വിധി ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ നടപ്പിലാക്കും എന്നും സുപ്രീം കോടതി പറഞ്ഞു. കാരണം 21 കക്ഷികൾ ഹർജിയിൽ അക്കാര്യം പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിരുന്നു. കാരണം തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ സംശയനിഴലാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം മുതൽ 50% എണ്ണണം എന്നതായിരുന്നു പാർട്ടികളുടെ ആവശ്യം. ഇപ്പോൾ വന്നിരിക്കുന്ന ഉത്തരവും ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാധകമാണ്. സന്തോഷ്, വിവരങ്ങൾ വ്യക്തമാണ്. തെരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലത്തിലെ 5% VVPAT രസീതുകൾ എണ്ണണമെന്ന നിർണായകമായ ഉത്തരവാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ദില്ലിയിൽ നിന്ന് സന്തോഷ് സെർലിംഗ് നൽകിയത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. KSRTCയിലെ എംപാനൽഡ് ഡ്രൈവർമാരെ ഉടൻ പിരിച്ചുവിട്ട് PSC റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം നടത്തണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. 1565 എംപാനൽഡ് ഡ്രൈവർമാരെയാണ് പിരിച്ചുവിടേണ്ടത്. സർവീസ് നിയമങ്ങളുടെ ലംഘനമാണ് ഇത്തരം നിയമനങ്ങളെന്ന് ജസ്റ്റിസുമാരായ V. ചിദംബരേഷ്, AM ബാബു എന്നിവർ അടങ്ങിയ ഡിവിഷണൽ ബെഞ്ച് വ്യക്തമാക്കി. PSC റാങ്ക് പട്ടിക നിലനിൽക്കെ KSRTCയിൽ ഡ്രൈവർമാരെ മറ്റു വഴികളിലൂടെ നിയമിക്കുന്നു എന്നാരോപിച്ച് സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ചേർത്തല സ്വദേശി R. വേണുഗോപാൽ ഉൾപ്പെടെ 4 പേരാണ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. PSC റാങ്ക് പട്ടിക നിലനിൽക്കെ താൽക്കാലികമായി നിയമിക്കുന്നത് നിയമപരമല്ലെന്ന് കോടതി കണ്ടെത്തി. സർവീസ് നിയമങ്ങളുടെ ലംഘനമാണിതെന്നും ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. 1565 എംപാനൽഡ് ഡ്രൈവർമാരെയാണ് പിരിച്ചുവിടേണ്ടത്. ഏപ്രിൽ 30-നകം പിരിച്ചുവിടൽ നടപടികൾ പൂർത്തിയാക്കണം. 2455 പേർ ഉൾപ്പെടുന്ന റാങ്ക് പട്ടികയാണ് നിലവിലുള്ളത്. PSCക്ക് ആവശ്യമെങ്കിൽ ഒഴിവ് വരുന്ന തസ്തികകളിൽ ഈ പട്ടികയിൽ നിന്നും അഡ്വൈസ് മെമ്മോ അയച്ച് നിയമിക്കാമെന്നും കോടതി വ്യക്തമാക്കി. നേരത്തെ എംപാനൽഡ് കണ്ടക്ടർമാരെയും ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പിരിച്ചുവിട്ടിരുന്നു. സർവീസുകൾ താളം തെറ്റുന്നതടക്കമുള്ള വലിയ പ്രതിസന്ധികളാണ് ഇതിനെ തുടർന്ന് KSRTC നേരിട്ടത്. പുതിയ ഉത്തരവ് വഴി സമാന പ്രതിസന്ധിയിലേക്ക് KSRTC ഒരിക്കൽ കൂടി നീങ്ങുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 5 കോടി രൂപ കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ അന്വേഷണ സംഘം കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവന്റെ മൊഴിയെടുത്തു. ചാനലും അന്വേഷണ പരിധിയിലെന്ന് പോലീസ്, അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലെന്നും മൊഴി നൽകിയതായും MK രാഘവൻ പ്രതികരിച്ചു. രാവിലെ 7:15 ACP വാഹിദ്, DCP ജമാലുദ്ദീൻ എന്നിവർ മൊഴിയെടുക്കുന്നതിനായി MK രാഘവന്റെ കോഴിക്കോട്ടെ വസതിയിൽ എത്തിയത്. 1 മണിക്കൂർ 10 മിനിറ്റ് നീണ്ട മൊഴിയെടുപ്പിൽ കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞു. മൊഴി രേഖപ്പെടുത്തിയെന്നും അന്വേഷണം തുടരുമെന്നും ACP വാഹിദ് അറിയിച്ചു. ചാനൽ മേധാവിയുടെയും റിപ്പോർട്ടർമാരുടെയും മൊഴിയെടുക്കും. യഥാർത്ഥ ദൃശ്യങ്ങൾ കസ്റ്റഡിയിലെടുക്കുന്നതടക്കമുള്ള നടപടികൾ തുടരന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ടാകുമെന്നും വാഹിദ് പറഞ്ഞു. പറയാനുള്ള മൊഴി ഞങ്ങൾ എടുത്തു, നമുക്ക് ചോദിക്കാനുള്ളത് ചോദിച്ചു, അദ്ദേഹത്തിന് മറുപടി തന്നു. തുടർന്ന് അന്വേഷണം നടക്കും. ഞങ്ങൾ തുടരന്വേഷണം നടത്തും. ഞങ്ങൾ റിപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെല്ലാം ശ്രമം നടത്തും. മൊഴി നൽകിയതായി രാഘവനും പ്രതികരിച്ചു. നീതിന്യായ കോടതിയും ജനകീയ കോടതിയും തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ കൊടുക്കേണ്ട മൊഴി കൊടുത്തു കഴിഞ്ഞു. അന്വേഷണ ഘട്ടത്തിലാണ്. ഇനി ബാക്കി കാര്യങ്ങൾ ജനകീയ കോടതിയിലും നീതിന്യായ കോടതിയിലാണ്. അത് അവിടെ നടക്കുക. അന്വേഷണ സംഘത്തിന് പിന്നാലെ DCC പ്രസിഡന്റ് T. സിദ്ദിഖും രാഘവന്റെ വീട്ടിലെത്തിയിരുന്നു. TV9 ഭാരത് വർഷ ചാനലാണ് MK രാഘവൻ കോഴ ആവശ്യപ്പെടുന്ന ഒളിക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിലേക്ക് തിരിച്ചെത്താം. 1ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് അടക്കം 20 സംസ്ഥാനങ്ങളിൽ നിന്നായി 91 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നത്. ആന്ധ്രാപ്രദേശ്, സിക്കിം, അരുണാചൽ പ്രദേശ്, ഒഡീഷ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വ്യാഴാഴ്ച നടക്കും. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലെയും മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളും വ്യാഴാഴ്ച പോളിംഗ് ബൂത്തിലെത്തും. ബീഹാറിലെ 4, ഉത്തർപ്രദേശിലെ 5, ത്രിപുരയിലെ 1, മഹാരാഷ്ട്രയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങൾ എന്നിങ്ങനെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായി. അരുണാചൽ വെസ്റ്റിൽ നിന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജു, ബീഹാറിലെ ജമോയിൽ നിന്നും രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ, തെലങ്കാനയിലെ നിസാമാബാദിൽ നിന്നും സംസ്ഥാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിത തുടങ്ങിയവരാണ് ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഉൾപ്പെടുന്ന പ്രമുഖർ. 185 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന നിസാമാബാദിൽ ബാലറ്റ് പേപ്പർ കൊണ്ടുവരാൻ ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിച്ചെങ്കിലും പിന്നീട് അത് മാറ്റി. EVM മെഷീനിൽ തന്നെയായിരിക്കും വോട്ടെടുപ്പെന്ന് കമ്മീഷൻ അറിയിച്ചു. ഇതിനായി കൂടുതൽ EVM യൂണിറ്റുകൾ തെലങ്കാനയിൽ എത്തിച്ചിട്ടുണ്ട്.
മാവോയിസ്റ്റ് തലസ്ഥാനമായി അറിയപ്പെടുന്ന ഛത്തീസ്ഗഡിലെ ബസ്തർ മണ്ഡലത്തിലും വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. പുൽവാമ സ്ഫോടനത്തിനു ശേഷം ആദ്യമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജമ്മുകാശ്മീരിലെ 2 മണ്ഡലങ്ങളായ ബാരാമുള്ള, ജമ്മു എന്നിവ ഉൾപ്പെടുന്നു. കനത്ത സുരക്ഷാ സജ്ജീകരണങ്ങൾ സംസ്ഥാനത്തെങ്ങും ഒരുക്കി. ഇതുകൂടാതെ നിയമസഭാ കാലാവധി കഴിയുന്ന ആന്ധ്ര, അരുണാചൽ, സിക്കിം സംസ്ഥാനങ്ങളിലെ മുഴുവൻ നിയമസഭാ സീറ്റുകളിലേക്കും ഒഡീഷ നിയമസഭയിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പും വ്യാഴാഴ്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പരസ്യ പ്രചാരണങ്ങൾ നാളെ വൈകുന്നേരം സമാപിക്കും. രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവസാനഘട്ട പ്രചാരണ തിരക്കിലാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്ന് അവസാനിക്കും. ഇതോടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ചിത്രം വ്യക്തമാകും. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം ഇന്നായിരിക്കെ 243 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഏറ്റവും കൂടുതൽ പത്രികകൾ വയനാട്ടിലാണ് 22 എണ്ണം. പത്തനംതിട്ട, കോട്ടയം, ആലത്തൂർ മണ്ഡലങ്ങളിൽ 7 വീതം പത്രികകളാണ് സമർപ്പിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് കേവലം 2 ആഴ്ച മാത്രം അവശേഷിക്കെ നാടിളക്കാൻ വിഐപികളും എത്തിത്തുടങ്ങും. നാടിന്റെ സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങി സ്ഥാനാർത്ഥികൾ ഇപ്പോൾ വാഹന പര്യടനത്തിലാണ്. ഇനിയുള്ള ദിവസങ്ങൾ ദേശീയ നേതാക്കളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പൊതുയോഗങ്ങളിലേക്ക് 3 മുന്നണികളും കടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ തുടങ്ങിയവർ വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചരണ പരിപാടികളിലാണ്. രാഹുൽ ഗാന്ധിയും AK ആന്റണിയും അടക്കമുള്ള നേതാക്കളും വരും ദിവസങ്ങളിൽ UDF-നായി കളത്തിലിറങ്ങും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 18-ന് തലസ്ഥാന നഗരിയിൽ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വ്യവസായങ്ങളുടെ കുരുതിക്കളമാണ് രാഹുൽ ഗാന്ധിയുടെ അമേഠി. 500ഓളം ഇടത്തരം വൻ വ്യവസായശാലകളിൽ 380 വ്യവസായശാലകളും അടച്ചുപൂട്ടിക്കഴിഞ്ഞു. ബാക്കിയുള്ളവ പലതും അടച്ചുപൂട്ടൽ ഭീഷണിയിലും. കഴിഞ്ഞ 15 വർഷത്തിനിടെ ഒരു തവണ പോലും പ്രധാന വ്യവസായ മേഖലയായ ജഗദീഷ്പൂരിൽ രാഹുൽ ഗാന്ധി സന്ദർശനം നടത്താൻ പോലും മനസ്സുകാട്ടിയിട്ടില്ല. ലക്നൌ വാരണാസി ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമായി പരന്നുകിടക്കുകയാണ് ജഗദീഷ്പൂർ. അമേഠിയുടെ വ്യാവസായിക തലസ്ഥാനമെന്നാണ് ജഗദീഷ്പൂർ അറിയപ്പെടുന്നത്. എന്നാൽ ഇന്ന് ജഗദീഷ്പൂരിന്റെ പ്രതാപം അസ്തമിച്ചു. രാജീവ് ഗാന്ധിയുടെ കാലത്ത് നിന്ന് അമേഠിയുടെ കടിഞ്ഞാൺ രാഹുലിന്റെ കയ്യിലെത്തിയത് തൊട്ട് വ്യവസായ കേന്ദ്രങ്ങളിലെ സൈറൺ മുഴക്കം നിലച്ചു തുടങ്ങി. 2.5 പതിറ്റാണ്ട് മുൻപ് വരെ 500ഓളം വ്യവസായശാലകൾ ഉണ്ടായിരുന്നു അമേഠിയിൽ. ഇതിൽ 380 എണ്ണവും ഇന്ന് അടച്ചുപൂട്ടി കഴിഞ്ഞു. अराउंड 500 इंडस्ट्रीज रजिस्टर्ड थी यहाँ पे. आज हम देखें तो 80% इंडस्ट्रीज क्लोज हैं. വർഷങ്ങൾക്ക് മുൻപാണ് സ്വകാര്യ മേഖലയിലെ മാൾവിക സ്റ്റീൽ ഫാക്ടറി സെയിൽ ഏറ്റെടുത്തത്. അമേഠിയിലെ പ്രധാന പൊതുമേഖലാ സ്ഥാപനമായ മാൾവികയിൽ ഇപ്പോൾ ഉൽപാദനം നിലച്ചു കഴിഞ്ഞു. സമീപത്ത് പ്രവർത്തിക്കുന്ന ബെല്ലും മോശം സ്ഥിതിയിലാണ്. ഉഷ റെക്ടിഫയർ, ഹിന്ദുസ്ഥാൻ പേപ്പർ മിൽ, യൂണിച്ചർ ടെക്സ്റ്റൈൽസ്, ഗോണ്ടി സിമൻസ് ഇങ്ങനെ നീളുന്നു വിവിധ കാലയളവിൽ പൂട്ടിപ്പോയ സംരംഭങ്ങളുടെ എണ്ണം. എന്നിട്ടും 15 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഈ ദുരവസ്ഥ നേരിട്ട് കാണാനോ പരിഹരിക്കാനോ രാഹുൽ ഗാന്ധി ജഗദീഷ്പൂരിൽ എത്തിയില്ലെന്നതാണ് അത്ഭുതം. जैसा मैं देख रहा हूँ कि लास्ट 15 ईयर से राहुल गांधी आते तो हैं, एवरी ईयर एवरी 6 मंथ पे भी आते हैं, लेकिन जो यहाँ नेशनल हाईवे है उस नेशनल हाईवे से वो निकल जाते हैं. कभी उन्होंने इस एरिया में एंट्री ही नहीं किया. ഇതാണ് ആരിഫ് സിമൻസ് കമ്പനി. അടച്ചുപൂട്ടിയിട്ട് 10 വർഷം പിന്നിട്ടു. ഇവിടുത്തെ ജോലി പോയതോടെ ജീവിക്കാനായി വാച്ച്മാന്റെ ജോലി ചെയ്യുകയാണ് പഴയ എഞ്ചിൻ ഓപ്പറേറ്റർ വിശ്രാം. പണ്ട് വൈകുന്നേരങ്ങളിൽ ജഗദീഷ്പൂരിലെ ഫാക്ടറികളിലേക്കുള്ള റോഡുകളിൽ ജോലി കഴിഞ്ഞവരും അടുത്ത ഷിഫ്റ്റിന് കയറാനുള്ളവരും കൂട്ടം കൂട്ടമായി നടന്നു നീങ്ങുമായിരുന്നു. ഇന്ന് പേരിന് മാത്രമാണ് ഈ വഴികളിലെ ആൾപ്പെരുമാറ്റം. നോട്ട് നിരോധനത്തിനും GSTക്കും മുൻപ് തന്നെ ജഗദീഷ്പൂരിലെ വ്യവസായങ്ങൾ റിവേഴ്സ് ഗിയറിൽ ഓടിത്തുടങ്ങിയിരുന്നു. നോട്ട് നിരോധനവും GSTയും കൂടിയായതോടെ തകർച്ച സമ്പൂർണമായി. ജഗദീഷ്പൂരിൽ നിന്നും ക്യാമറാമാൻ അതുൽ CS-നൊപ്പം ശരത് കെ ശശി. വൈറ്റില റെയിൽവേ മേൽപ്പാലത്തിൽ കാറിനു പിന്നിൽ കണ്ടെയ്നർ ട്രെയിലർ ഇടിച്ച് അപകടം. ഇടിയുടെ ആഘാതത്തിൽ മേൽപ്പാലത്തിന്റെ കൈവരി തകർന്ന കാർ റെയിൽവേ പാളത്തിൽ വീണു. കാർ ഓടിച്ചിരുന്ന ഇളമക്കര സ്വദേശി അർജുനനെ പരിക്കുകളോടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോൺഗ്രസ് BJP ബന്ധം മറനീക്കി പുറത്ത്. തിരുവനന്തപുരം DCC ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ശശി തരൂരിന് വേണ്ടി കോൺഗ്രസ് പ്രവർത്തിക്കുന്നില്ലെന്നും BJPക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും തമ്പാനൂർ സതീഷ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു.
ഇന്നലെ വൈകുന്നേരത്തോടെയാണ് തിരുവനന്തപുരത്തെ DCC ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷ് തന്റെ ഫേസ്ബുക്കിലൂടെ പരസ്യമായ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. തനിക്ക് ചുമതലയുള്ള മണക്കാട് മണ്ഡലത്തിലെ ഇലക്ഷൻ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരാതി നൽകുമെന്നതാണ് സതീഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. നേതാക്കന്മാർ പ്രവർത്തനത്തിനിറങ്ങുന്നില്ലെന്നും BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനെ വിജയിപ്പിക്കുവാനാണ് ഇവരുടെ നീക്കമെന്നും DCC ജനറൽ സെക്രട്ടറിയുടെ FB പോസ്റ്റിൽ നിന്ന് വ്യക്തമാണ്. തിരുവനന്തപുരത്ത് കുമ്മനത്തെയും വടകരയിൽ K മുരളീധരനെയും വിജയിപ്പിക്കണമെന്നുള്ള BJP കോൺഗ്രസ് രഹസ്യധാരണ നേരത്തെ തന്നെ പുറത്തുവന്നിരുന്നു. ഇതുറപ്പിക്കുന്നതാണ് DCC ജനറൽ സെക്രട്ടറിയുടെ പരസ്യ പ്രതികരണം. തിരുവനന്തപുരത്ത് ശശി തരൂർ UDF സ്ഥാനാർത്ഥിയായി വന്നതു മുതൽ DCCയിൽ വലിയ വിമർശനമുയർന്നിരുന്നു. DCC നേതൃത്വം വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത ശശി തരൂർ തിരുവനന്തപുരത്ത് മത്സരിക്കേണ്ട എന്നതായിരുന്നു DCCയുടെ തീരുമാനം. ഇതിനു പിന്നാലെയാണ് DCCയുടെ ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷ് തരൂരിനു വേണ്ടി പ്രവർത്തനത്തിനിറങ്ങാത്ത നേതാക്കന്മാർക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. തന്റെ FB പോസ്റ്റിൽ വരുന്ന കമന്റിന് തമ്പാനൂർ സതീഷ് നൽകുന്ന മറുപടി കോൺഗ്രസിന് BJPയുമായി രഹസ്യബന്ധമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ്. എന്നാൽ വാർത്ത പുറത്തു വന്നതോടുകൂടി തമ്പാനൂർ സതീഷിന്റെ FB പേജിൽ നിന്നും കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള പോസ്റ്റ് അപ്രത്യക്ഷമായി. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാർട്ടി വിട്ട ജനപക്ഷം പ്രവർത്തകർ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഭരണഘടനയ്ക്ക് വിരുദ്ധമായി PC ജോർജ് തീരുമാനമെടുത്തതിൽ പ്രതിഷേധിച്ചാണ് നേതാക്കൾ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്. പാർട്ടി വിട്ട പ്രവർത്തകർ കാഞ്ഞിരപ്പള്ളി ചേർന്ന യോഗത്തിലാണ് തീരുമാനമെടുത്തത്. മതേതര നിലപാടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ നൽകുവാനും പത്തനംതിട്ട മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ വിജയത്തിനായി പ്രവർത്തിക്കാനും യോഗം തീരുമാനിച്ചു. കേരള ജനപക്ഷം പാർട്ടിയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി തീരുമാനമെടുത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാർട്ടി വിട്ടവരുടെ ഒരു ഫോറം രൂപീകരിച്ചു. വിവിധ മണ്ഡലം പ്രസിഡന്റുമാരുമായി ചേർന്ന് ആലോചിച്ചെടുത്ത ഒരു തീരുമാനപ്രകാരം ഈ തെരഞ്ഞെടുപ്പിൽ മതേതര കക്ഷിയായിട്ടുള്ള മതേതര മുന്നണിയായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ കൊടുക്കുവാനും വീണ ജോർജിന്റെ വിജയത്തിനായിട്ട് പ്രവർത്തിക്കുവാനും നാളെ മുതൽ ആ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാനും തീരുമാനമെടുക്കുകയുണ്ടായി. ജനപക്ഷം ജില്ലാ പ്രസിഡന്റ് ആന്റണി മാർട്ടിൻ, യുവജനപക്ഷം ജില്ലാ പ്രസിഡന്റും കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗവുമായ റിജോ വാളന്തറ, മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് അംഗം ജെസി ജേക്കബ്, മണ്ഡലം പ്രസിഡന്റുമാരായ സലാവുദ്ദീൻ MM, ജിമ്മി കുന്നത്തുപുരിയിടം, PD ജോൺ പൗത്ത്, ബിജു പ്ലാക്കൽ, ടോജോ നെടുന്താനത്ത് എന്നിവർ യോഗത്തിൽ പങ്കെടുത്ത് ഇടതുപക്ഷത്തിന് പിന്തുണ അറിയിച്ചു. യുവജനപക്ഷം നേതാക്കളായിരുന്ന സദാം കനിക്കുട്ടി, ദിലീപ് കൊണ്ടുപറമ്പിൽ, ഷെഫീഖ് രാജു, അഖിൽ പെരുന്തോട്ടംകുഴിയിൽ, ഇർഫാൻ ഹുസൈൻ എന്നിവർ പ്രസംഗിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രവർത്തകർ ജനപക്ഷം പാർട്ടി വിടുമെന്നും ഭാവി പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വാർത്തകളിലേക്ക് തിരിച്ചെത്താം. പാകിസ്ഥാൻ കൊടിയല്ല മുസ്ലിം ലീഗിന്റെ കൊടിയെന്ന് പറയാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറല്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. മുസ്ലിം ലീഗുമായുള്ള സഖ്യം ദേശീയ തലത്തിൽ ഉയർത്തിക്കാട്ടാൻ കോൺഗ്രസ് തയ്യാറല്ല. മൃദു ഹിന്ദുത്വ സമീപനത്തിന്റെ ഭാഗമാണ് ഇതെന്നും കോടിയേരി പ്രതികരിച്ചു. കോടിയേരിയുടെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങളുമായി TP പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ? മുസ്ലിം ലീഗിനെതിരെയുള്ള യോഗി ആദിത്യനാഥിന്റെ വിമർശനത്തിനെതിരെ കോൺഗ്രസ് പ്രതികരിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കോടിയേരി ബാലകൃഷ്ണൻ കോട്ടയത്തെ മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചത്. മുസ്ലിം ലീഗിന്റേത് പാകിസ്ഥാന്റെ കൊടിയല്ലെന്നും അത് മുസ്ലിം ലീഗിന്റെ കൊടിയാണെന്നും പറയാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകാത്തത്? മുസ്ലിം ലീഗുമായുള്ള സഖ്യം ദേശീയ തലത്തിൽ ഉയർത്തിക്കാട്ടാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. ഇത് കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനത്തിന്റെ ഭാഗമാണ് എന്ന് കോടിയേരി പറഞ്ഞു. മതന്യൂനപക്ഷങ്ങളെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല എന്നതിന്റെ തെളിവ് കൂടിയാണിത്. RSSന്റെ B ടീമാണ് കോൺഗ്രസ് എന്നും അതിന്റെ തെളിവാണ് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഈ മൗനമെന്നുമാണ് കോടിയേരി ബാലകൃഷ്ണൻ കോട്ടയത്ത് പ്രതികരിച്ചത്. കോൺഗ്രസിന് ന്യൂനപക്ഷ പ്രേമം ഉണ്ടാകുന്നത് കേരളത്തിൽ എത്തുമ്പോൾ മാത്രമാണ്. ഇത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ അപജയത്തിന് തെളിവാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ കോട്ടയത്ത് പറഞ്ഞു. വ്യക്തമാണ് പ്രശാന്ത്. കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണത്തെ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങളാണ് TP പ്രശാന്ത് നൽകിയത്.